വ്യഭിചാരവും അതുപോലെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ്. അതിന്റെ സാഹചര്യം ഒരുക്കുന്നത് അവരാണ്. നല്ല അച്ചടക്കത്തിൽ പർദ്ദ ധരിച്ച് ജിൽബാബ് ധരിച്ച് നടന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നല്ല അച്ചടക്കത്തിൽ വേഷം വിട്ട് നടക്കുന്ന ഒരു പെണ്ണിന് ആരാണ് അങ്ങനെ വൈകാരികതയിൽ മൃഗങ്ങൾക്ക് തോന്നുന്ന പോലെ വൈകാരികത ആർക്ക് തോന്നുന്നു? ആരോടായി തോന്നുന്നത്? ടീഷർട്ടും ടൈറ്റ് ജീൻസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തുറന്ന് കാണിച്ചിട്ടും അല്ലാതെയും നാലാളൊന്ന് നോക്കട്ടെ എന്ന ചിന്തയിൽ ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയിരിക്കും അല്ലേ? റേപ്പ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെ എന്ത് മനുഷ്യനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വൈകാരികത ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യ്, നിനക്ക് ഞാൻ സ്വർഗം തരാൻ പോകുന്നുണ്ട്. അതാണ്. ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹു സ്വർഗം തരേണ്ട കാര്യം? തോന്നുന്നതൊക്കെ ചെയ്താൻ പറ്റുന്ന ലോകമാണെങ്കിൽ എന്തിന് അള്ളാഹു പ്രതിഫലം തരണം? അതുകൊണ്ട് ആണ് സൂക്ഷിക്കുക, പെണ്ണ് ശരിക്കും സൂക്ഷിക്കുക. ആണുങ്ങൾ പുറത്തിറങ്ങിയേ പറ്റൂ. അവർക്ക് ജോലി നോക്കണം, അവർ കുടുംബം പുലർത്തേണ്ടവരാണ്. പെണ്ണിനോട് ജോലിക്ക് പോയിക്കോ, ഞാൻ പുറക്ക് നിൽക്കാമെന്ന് ഒരാണിനും പറയാൻ പാടില്ല. ആണ് ജോലിക്ക് പോകേണ്ടവനാണ്, അവനതിൽ ചോയ്സ് ഇല്ലെന്നാണ്. പെണ്ണ് ഓപ്ഷണൽ. അവൾക്ക് ഇസ്ലാമികമായ രീതിയിൽ ഒരു ജോലി അവൾക്ക് ലഭ്യമാണ്, അവൾക്ക് സാധ്യമാണ്. അവിടെ ഒരു ഇഖ്തിലാത്ത്, ആണ് പെണ്ണുങ്ങൾ മിങ്കിൾ ചെയ്യുന്ന പ്രശ്നമില്ല. വളരെ റാഹത്തായി ഇസ്ലാമികമായി പറ്റുന്നൊരു ജോലി ഉണ്ട്. ഭർത്താവിന് സമ്മതവുമാണ്, അവൾ പൊയ്ക്കോട്ടെ. പെണ്ണിനെ പറഞ്ഞയക്കാൻ പാടില്ല ഭർത്താവ്. പക്ഷേ ഭർത്താവ് പുറത്തിറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോ അവര് പാലിക്കേണ്ട അച്ചടക്കം ഭയങ്കരമാണ്. ഗുരുതരമായ വീഴ്ചകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് വല്ല കേസുകളും നടന്നാൽ അങ്ങോട്ട് ഈ ചെയ്ത ആളുകളെ ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് സംഭവിക്കാനുള്ള പഴുതുകൾ അല്ലാഹു അടക്കുകയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. മൃഗങ്ങളെ പോലെ ജീവിക്കല്ല, മനുഷ്യനായിട്ട് ജീവിക്ക്. സുബ്ഹാനല്ലാഹ്. നീ മനുഷ്യനായിട്ട് ജീവിക്ക്, നീ മൃഗമായിട്ട് ജീവിക്കല്ല.